ഞാൻ കർത്താവിനെ നന്ദി കരയറ്റുന്നു. പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് ദൈവ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു വലിയ രൂപാന്തരീകരണത്തിന് കഴിയട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വലിയ അർത്ഥം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ രൂപാന്തരം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായ ഭാഗം, അതിനാധാരമായിട്ട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ ഇവിടെ വായിക്കുമ്പം, ഞാനിത് വായിച്ചപ്പോൾ ഈ യഹൂദന്മാരെ യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഇവർ വിശ്വസിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് നമുക്കറിയില്ല. എങ്കിലും യേശുവിന് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും അവരെ ഗ്രഹിച്ചില്ല എന്നും നമ്മൾ പറയുന്നുണ്ട്. 26-ാമത്തെ വാക്യത്തിൽ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. പിതാവിനെക്കുറിച്ച് ആകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യേശുവിനെ അവർ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അത് എഴുതിയിട്ടില്ല അവിടെ. ഒരുപക്ഷെ യേശുവും ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ അവർ വിശ്വസിച്ച് കാണും. ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് യേശു എന്നൊക്കെ അവർ വിശ്വസിച്ച് കാണണം. അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടു. അങ്ങനെ പല കാര്യങ്ങൾ അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണമായി തീർന്നു. നമുക്കും ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളും എന്താണ് വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പലപ്പോഴും ഈ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഉള്ള, ഈവൻ ആഫ്രിക്കയിലെ സ്വാഹിലി ഭാഷയിലും ഞാനിത് വിഷയം പ്രസംഗിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെയെല്ലാം വിശ്വാസം എന്ന വാക്കിന് നമുക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് ബിലീഫ്, 2 ഫെയ്ത്ത്. പക്ഷേ മലയാളത്തിൽ ഇതിന് രണ്ടിനും കൂടെ ഒരു വാക്കേ ഉള്ളൂ, വിശ്വസിക്കുക. അപ്പം അത് ബിലീഫാണോ ഫെയ്ത്ത് ആണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ബിലീഫ്, എന്താണ് ബിലീഫ്? നമ്മൾ വി ആർ ബിലീവിങ് ഫാക്ട്സ്. വസ്തുതകളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വസ്തുതകൾ നമ്മൾ വിശ്വസിക്കുന്നു. അത് ശാസ്ത്രീയമായ വസ്തുതകളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. കാര്യം അതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്നുള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ നമ്മൾ വിശ്വസിക്കുന്നു. സയന്റിഫിക് ഫാക്ട്സ്. ബുദ്ധിപരമായി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഉണ്ട്, ഉത്തരമുണ്ട്. അത് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. വി ബിലീവ് ഫാക്ട്സ്. അതേപോലെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് വിശ്വസിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും. മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നു. അതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ കണ്ടവരും കാണത്തില്ല, നാഥുറാം ഗോഡ്സെയെ കണ്ടവരും ഇല്ല. പ്രത്യേകിച്ച് നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെക്കുന്നത് കണ്ട ആരും ഇവിടെ ഇരിപ്പില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. കാര്യം അതൊരു ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്രത്തിലെ വസ്തുത നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതായ വസ്തുതകൾ നമ്മൾ വിശ്വസിക്കുന്നു. ചരിത്രപരമായ വസ്തുതകളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. ഇന്റലക്ച്വൽ ഫാക്ട്സ്, സയന്റിഫിക് ഫാക്ട്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. ഇനി കുറെ കൂടെ ബിബ്ലിക്കലായിട്ട് ആലോചിച്ചാൽ വേദപുസ്തകത്തിലും ചരിത്രമുണ്ട്. ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി ചില തിയോളജിക്കൽ ഫാക്ട്സ് ഉണ്ട്, ദൈവശാസ്ത്രപരമായ ചില വസ്തുതകൾ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തേത് ഇന്റലക്ച്വൽ ഫാക്ട്സ്, ബുദ്ധിപരമായ വസ്തുതകൾ. അത് എല്ലാവരും വിശ്വസിക്കും. കാര്യം അതിന് തെളിവുള്ളതാണ്. തെളിവുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളെല്ലാവരും അത് വിശ്വസിക്കും. അതുപോലെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും ഉണ്ട്. ചരിത്രത്തിലെ വസ്തുതകൾ നമ്മൾ കണ്ടില്ലെങ്കിലും കണ്ടവരത് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ ആധികാരികതയൊക്കെ തെളിയിക്കാൻ നമുക്ക് ഒത്തിരി വാദങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ചരിത്രപരമായ വസ്തുതകൾ നമ്മൾ വിശ്വസിക്കുന്നു. ഇതേപോലെ യേശുവിനെ ഹിസ്റ്റോറിക്കലായിട്ട് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് മിക്കവരും. ചരിത്രത്തിലെ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ. അത് കുഴപ്പമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. ചരിത്രത്തിലെ യേശുവിനെ വിശ്വസിക്കുന്നു. യേശു ഭൂമിയിൽ ജനിച്ചത്, ജീവിച്ചത്, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്, മരിച്ചവരെ ഉയിർപ്പിച്ചത്, രോഗികളെ സൗഖ്യമാക്കിയത്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, ഇതെല്ലാം ചരിത്രമാണ്. അപ്പൊ ആ ചരിത്രം വിശ്വസിക്കുന്നവരുണ്ട്. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. എന്നാൽ ഈ ചരിത്രം വിശ്വസിക്കുന്നവരെ നമുക്ക് വിശ്വാസികൾ എന്ന് വിളിക്കാൻ പറ്റുമോ? യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ. എല്ലാ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ വിശ്വാസികളാകണമെന്ന് നിർബന്ധമില്ല. അവരെ നമുക്ക് വിശ്വാസികൾ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. യേശുവിൻ്റെ ചരിത്രം വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, അത് മിക്കവാറും ഉള്ളവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി യേശു മരിച്ചു എന്നുള്ളത് ചരിത്രത്തിലല്ല. ചരിത്രം പറഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട്
ആ ക്രൂശിൽ യേശു മരിക്കുന്നത് വരെ നമ്മൾ കാണുന്ന ചരിത്രമാണ്. പക്ഷേ എന്തിനു വേണ്ടി യേശു മരിച്ചു, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായി യേശു മരിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയായിട്ട് നമുക്കൊരു പക്ഷേ പറയാൻ പറ്റില്ല. കാര്യം അത് പുറമേ കാണുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അതൊരു തിയോളജിക്കൽ ഫാക്റ്റ് ആണെന്ന് പറയാൻ കാര്യം. അത് മാത്രമല്ല, ക്രൂശിൽ എന്ത് സംഭവിച്ചു, അതെല്ലാം തിയോളജിക്കൽ ഫാക്ട്സ് ആണ്. എൻ്റെ പാപം, എൻ്റെ മരണം, എൻ്റെ പാപത്തിൽ നിന്നുള്ള വിമോചനം എല്ലാം ദൈവശാസ്ത്രപരമായ സത്യങ്ങളാണ്. അതെല്ലാം വിശ്വസിക്കും നമ്മൾ അതായത് വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം, അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം വിശ്വാസികളാണോ എന്നുള്ളതാണ്. അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്. എന്നാൽ അതിൻ്റെ തിയോളജിക്കൽ ഫാക്ട്സും കൂടെ ഞാനങ്ങ് വിശ്വസിക്കുന്നത് വെച്ചു. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് പാപങ്ങളുടെ പകരമായി കാൽവറി ക്രൂശിൽ മരിച്ചു. അവിടുന്ന് അടക്കപ്പെട്ടു. യേശുവിനെ ദൈവം ഉയിർപ്പിച്ചു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അവിടുന്ന് രണ്ടാമത് വരും. ഇതെല്ലാം ദൈവശാസ്ത്രപരമായ സത്യങ്ങളാണ്. ഇത് വിശ്വസിച്ചത് കൊണ്ട് ഒരാളെ വിശ്വാസി എന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ബുദ്ധിപരമായി വിശ്വസിച്ചതുകൊണ്ട് ഒരു വ്യക്തിയെ വിശ്വാസി എന്ന് പറയാൻ പറ്റുമോ? നല്ലൊരു ശതമാനം ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. ആളുകൾ മാത്രമല്ല, നമ്മൾ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരും. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറയാണ്, ഞാൻ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു വിശ്വാസിയാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ, അത് യേശുവാണ്. ആ യേശു കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കുകയാണെന്ന് വെച്ചു. പക്ഷേ യാക്കോബ് പറയുന്നത്, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ദൈവശാസ്ത്രപരമായ സത്യങ്ങളൊക്കെ നീ വിശ്വസിക്കുന്നുവോ? നല്ല കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ഉള്ളതെല്ലാം ദൈവനിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സാത്താൻ. അവനെ നമുക്ക് വിശ്വാസി എന്ന് പറയാൻ പറ്റൂ. അത് ബുദ്ധിപരമായ ബിലീഫ്സ് ആണ്, ബിലീഫ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിലീഫ് അഥവാ ബിലീഫ് എന്ന് പറയുന്ന വിശ്വാസമല്ല. നമ്മളിവിടെ യേശു കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഇല്ലേ, അവരെന്താ വിശ്വസിച്ചത്? അവര് പോലും യഥാർത്ഥത്തിൽ വിശ്വസിച്ചത് വസ്തുതകളിലാണ്. ഇനി അതല്ല, കുറച്ചുകൂടെ ആഴത്തിൽ ഒരുപക്ഷെ അവർ യേശുവിൽ തന്നെ വിശ്വസിച്ചെന്നങ്ങ് വെച്ചു. പക്ഷേ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ
അവർ വിശ്വാസികളായെന്ന് പറയാൻ കഴിയില്ല. കാര്യം അവർ ബിലീഫാണ്. ബിലീഫ് എന്ന വിശ്വാസമാണ്. വേദപുസ്തകത്തിലെ വിശ്വാസം ഫെയ്ത്താണ്, നോട്ട് ജസ്റ്റ് ബിലീഫ്. ഫെയ്ത്ത്. എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? തലയിൽ എന്തെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതല്ല ഫെയ്ത്തിന്റെ അടിസ്ഥാനം. ഫെയ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ സറണ്ടർ ആണ്. എല്ലാ രീതിയിലും കർത്താവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. അത് ബിലീഫല്ല, ഫെയ്ത്ത്. ടോട്ടൽ സറണ്ടർ. ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശം ഏതാണെന്നൊന്നും പറഞ്ഞില്ല. അബ്രഹാം യാത്ര പുറപ്പെട്ടു. കനാൻ നാട്ടിൽ ചെന്നു. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കനാൻ നാട്ടിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഈ ദേശമൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും തരും. അത് അബ്രഹാം വിശ്വസിച്ചു. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത്, പിന്നെ അബ്രഹാം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ഒരു യാഗപീഠം പണിതുന്നാണ്. യാഗപീഠം. യാഗമർപ്പിച്ചു. എന്താണ് യാഗം? യാഗം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മൃഗത്തെ, ഒരാടിനെയാണെന്ന് വെക്കുക. ആ ആടിനെ നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ്. ഇതുവരെ ഈ ആട് നമ്മളെയായിരുന്നു. എന്നാൽ ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആട് ദൈവത്തിൻ്റെയാണ്. അത് ജീവനുണ്ടെങ്കിലും അത് മരിച്ചാലും എല്ലാം അത് ദൈവത്തിൻ്റെയാണ്. അതിനാണ് യാഗമാക്കുക എന്ന് പറയുന്നത്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക. പ്രിയമുള്ളവരെ, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ്. അല്ലാതെ വസ്തുതകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട്, വസ്തുതകൾ വിശ്വസിക്കണം, പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, വിശ്വാസം. അബ്രഹാം യാഗമർപ്പിച്ചു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു കിടക്കേണ്ടത്. ഇന്നലെ വരെ ഞാൻ എൻ്റെ വകയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാൻ നിന്റെ വകയാണ്. കാരണം ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം നിനക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അങ്ങനെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന ഓണർഷിപ്പ് ചേഞ്ച് പിന്നെ ഉണ്ടാകുന്ന പ്രത്യേകത, പിന്നെ അവൻ ദൈവം പറയുന്നതേ കേൾക്കത്തുള്ളൂ. വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല. അതവന് വിഷയവുമല്ല. അബ്രഹാം യാഗം കഴിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പം, ഞാൻ കഥ നീട്ടുന്നില്ല, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കുക. നേരത്തെ നീ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചു, പക്ഷെ നിന്റെ മകനെ യാഗം അർപ്പിക്കുക, എനിക്ക് ഏൽപ്പിച്ചു തരിക. അബ്രഹാം അത് അനുസരിച്ചു. അതാണ് ശരിക്കും അനുസരണം, അഥവാ ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഫെയ്ത്ത്. അനുസരണവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ, വെറും വിശ്വാസത്താലല്ല, ഈ ഫെയ്ത്ത് ഉണ്ടാകുമ്പോൾ അവിടെ നീതി ഉണ്ടാകുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. വിശ്വസിച്ചു,
ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയല്ല, ദൈവത്തിന് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, തന്നെ തന്നെ യാഗമാക്കി. അതുകൊണ്ട് മകനെ ചോദിച്ചപ്പോൾ പോലും, മകനെ യാഗമാക്കാൻ പറഞ്ഞപ്പോൾ, നേരം വെളുക്കുകയും അബ്രഹാം എഴുന്നേറ്റു. എന്നിട്ട് നേരെ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയാ മലയിലേക്ക് പോകുകയാണ്. എന്തിനാ? യാഗമാക്കുവാൻ. അതിനുള്ള തീരുമാനമെടുക്കാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് എന്താണ്? മറ്റൊന്നുമല്ല, ആ ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ അവൻ അവൻ ദൈവ ശബ്ദം കേട്ടവനാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് അവനെ ഇറക്കിയവനാണ്. അവൻ ദൈവത്തെ മാത്രം കണ്ട് ഇറങ്ങിയവനാണ്, വേറെ ഒന്നും നോക്കി ഇറങ്ങിയവനല്ല. അങ്ങനെ ഇറങ്ങി. അതവന് നീതിയായി കണക്കിട്ടു. നീതി എന്ന വാക്ക് ഇവിടെ പഴയ നിയമത്തിലൊക്കെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. സെതാക്ക എന്ന് പറഞ്ഞൊരു വാക്ക്. അതിൻ്റെ അർത്ഥം ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. അതായത് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇടയ്ക്ക് മതിൽക്കെട്ടൊന്നുമില്ല. എനിക്ക് യേശുവിലേക്ക് എപ്പോഴും വേണമെങ്കിലും കയറാം. യേശു എന്നിലേക്ക് കയറി വരും. യൂണിയൻ ഉണ്ടാവുകയാണ്. യൂണിയൻ. ആ യൂണിയനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന യൂണിയൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഏകമത് ഭാവം. അങ്ങനെ യേശു നമ്മളോട് അങ്ങനെ ഒരു, അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതി എന്ന് പറയുന്നത് ഒരു യൂണിയനാണ്, ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. എന്നാൽ ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതകളിലുള്ള വിശ്വാസമാണ്. അതിനെയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്. അത് യേശുവിൻ്റെ ചരിത്രത്തിലുള്ള വിശ്വാസം. ഒരുപക്ഷെ ദൈവവും യേശുവുമായുള്ള ബന്ധം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഫെയ്ത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഇൻ്റലക്ച്വലായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് തീരുന്ന കാര്യമല്ല. അത് വേണം. പക്ഷെ അതിനപ്പുറത്ത് അവിടെ വിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു യൂണിയനാണ്, യേശുവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, യാഗമാക്കുകയാണ്. എന്നെ തന്നെ യാഗമാക്കുന്ന അവസ്ഥയാണ്. എന്നെ തന്നെ യാഗമാക്കിയാൽ പിന്നെ എനിക്ക് എൻ്റെ കയ്യും കാലും ഒന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ കൈകൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് യേശുവാണ്. അങ്ങനെയുള്ള ഒരു നിരന്തര ബന്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ യേശുവുമായിട്ടുണ്ടാകണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നത്തെ പ്രശ്നം ഫാക്റ്റുകൾ വിശ്വസിച്ചാൽ മതി, വസ്തുതകൾ വിശ്വസിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ആളുകളോട് ചോദിക്കുന്നു, ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുവോ? എന്ത് വിശ്വസിക്കുന്നു? പിന്നെ പറയുന്നതൊക്കെ ചരിത്രമാണ്. പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ യേശു എന്ന് പറയുന്ന വ്യക്തിയെ ആശ്രയിക്കുന്നത്, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ റിലേഷൻ ഏതാ? ദൈവവുമായിട്ടുള്ള ഒത്തുചേരൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മളെല്ലാം ചോദിക്കുന്നത്, ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുവോ? സ്നാനപ്പെടുമ്പോൾ പോലും ചോദിക്കുന്നത്, നീ വിശ്വസിക്കുന്നുവോ? അങ്ങനെ ചോദിക്കണം, ഞാനും ചോദിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിനപ്പുറത്തായിട്ട് ഈ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾക്ക് അപ്പുറത്ത് വിശ്വാസം മാത്രം പോരാന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു അവിടെ ആ പറയുന്ന വാക്യങ്ങൾക്കെല്ലാം അർത്ഥസമ്പുഷ്ടമാണ്.
യോഹന്നാൻ 8:31 അവിടെ പറയുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പം വിശ്വസിച്ച് വന്നു എന്ന് തന്നെ ചിന്തിച്ചു. യേശുവിനെ കുറിച്ചുള്ള വസ്തുതകൾ വിശ്വസിച്ച്, ഒരുപക്ഷെ പാപമോചനത്തിന് വേണ്ടി തന്നെ വിശ്വസിച്ച് വന്ന വ്യക്തി, അടുത്തതായി കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പോഴാണ് നമ്മൾ വാസ്തവമായി ശിഷ്യന്മാരാകുന്നത്. എപ്പോൾ? വിശ്വസിക്കുക മാത്രമല്ല, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുമ്പോഴാണ്. വിശ്വസിക്കുമ്പോൾ ഒരുവൻ വിശ്വാസിയാകും. എന്നാൽ വിശ്വാസിയായാൽ മാത്രം പോരാ, നമ്മൾ ശിഷ്യന്മാരാകണം. അതാണ് ആവശ്യം. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പരീശന്മാരും യഹൂദന്മാരായ ആളുകൾ വന്ന് അവനോട് സംസാരിച്ചു. യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വിശ്വസിച്ചു, ഇൻ്റലക്ച്വലായിട്ട്, ബുദ്ധിപരമായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അവിടെ യേശു പറയുന്നത്, നിങ്ങളെന്നെ വിശ്വസിച്ചു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നോക്കുക, വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു ഭാഗമാണിത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാൻ ചില നാളുകൾക്ക് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം, വെറും വിശ്വാസം മാത്രം പോരാ, വചനത്തിൽ നിലനിൽക്കണം. അപ്പോഴാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ, അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 28-18 മുതൽ, യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പുറപ്പെട്ട്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെയും ഇതേപോലെ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് അവരെ പോയി പഠിപ്പിച്ച്, അല്ലെങ്കിൽ യേശുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർ വിശ്വസിച്ച് കഴിയുമ്പോൾ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. എന്നാൽ അത്രയും കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. കാരണം അവിടെ ഇപ്പോഴും ഇവരിങ്ങനെ ഇരച്ചു കയറി വരികയാണ്, സത്യമറിയാനുള്ള ആകാംക്ഷയോടുകൂടി. എന്നാൽ ഇവിടെ യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഇവിടെ നമ്മൾ കാണുന്നതായ പ്രധാനപ്പെട്ട കാര്യം അതാണ്.
കർത്താവ് പറയാണ്, നിങ്ങൾ പുറപ്പെട്ട് എന്ന് പറയുമ്പോൾ അവിടെ പോയി പ്രസംഗിക്കാനാണ്. ഗോ ആൻഡ് പ്രീച്ച്. ആ പ്രീച്ചിങ്ങിൽ നമ്മൾ പറയുന്നത് യേശുവിൻ്റെ ചരിത്രം നമ്മൾ പറയണം. യേശുവിൻ്റെ ചരിത്രം പറയാതെ പറ്റില്ല. പത്രോസ് തന്നെ പെന്തിക്കോസ്ത് നാളിൽ പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ ചരിത്രമാണ് ആദ്യം പറയുന്നത്. യേശുവിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ ഭൂമിയിൽ ജീവിച്ചു, കാൽവറി ക്രൂശിൽ എന്തിനു വേണ്ടി മരിച്ചു, അവിടുന്ന് ഉയിർത്തെഴുന്നേറ്റു, അവിടുത്തെ കല്ലറകൾ തുറന്നു കിടക്കുന്നു, എല്ലാം പറഞ്ഞു. അപ്പോൾ ചരിത്രം പറയണം, വേണ്ടാന്നല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് പറയുമ്പോൾ അവരെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. പക്ഷെ അവിടം കൊണ്ട് കാര്യം തീരുന്നില്ല. 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ വി ആർ പ്രീച്ചിങ് ഔട്ട്സൈഡ്, ആൻഡ് വെൻ പീപ്പിൾ അക്സെപ്റ്റ്, they get baptized, and then they are inside the church. അവർ അകത്ത് സഭയിലാണ്. ആ സഭയിൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ടീച്ചിങ് ഇൻസൈഡ്, പ്രീച്ചിങ് ഔട്ട്സൈഡ്, ടീച്ചിങ് ഇൻസൈഡ്, ഇത് രണ്ടും വേണം. നമുക്ക് ടീച്ചിങ് വേണം, പക്ഷെ പ്രീച്ചിങ്ങും വേണം. നമുക്ക് പ്രീച്ചിങ് വേണം, പക്ഷെ പ്രീച്ചിങ് കൊണ്ട് മാത്രം കാര്യം നടക്കുന്നില്ല. ടീച്ച് ചെയ്യണം. എങ്ങനെ ടീച്ച് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അപ്പോഴാണ് ശിഷ്യനാകുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഇപ്പൊ പ്രസംഗം കൊണ്ട് വിശ്വാസികൾ ഉണ്ടാകും, അത് വേണം. പക്ഷെ ആ വിശ്വാസികൾ അവർ ബിലീവ് ചെയ്തവരാണ്. ഫെയ്ത്തിലേക്ക് നടക്കണമെങ്കിൽ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ടീച്ചിങ് എവറിഥിങ് ജീസസ് ഹാസ് കമാൻഡ്. എന്തോ പഠിപ്പിക്കേണ്ടത്? എവറിഥിങ് ദാറ്റ് ജീസസ് ഹാസ് കമാൻഡ്. കർത്താവ് കൽപ്പിച്ചത് എല്ലാം, എവറിഥിങ്, അത് മുഴുവനും പഠിപ്പിക്കണം. നമ്മുടെ സഭകളിലൊക്കെ ടീച്ചിങ് അത്യാവശ്യമാണ്. ദൈവകൃപയാൽ നമുക്ക് അങ്ങനെയുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ് പ്രീച്ചിങ് ഔട്ട്സൈഡ്. നമുക്കിന്ന് ടീച്ചിങ് ആവശ്യത്തിനുണ്ട്, പക്ഷെ പ്രീച്ചിങ് വേണ്ടാന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലരെ ദൈവം പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്, ചിലരെ പഠിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് പഠിപ്പിക്കാനാണ്. ഐ എം ഓൾസോ എ ബൈബിൾ ടീച്ചർ. പക്ഷേ പ്രസംഗം ഒഴിവാക്കിക്കൊണ്ടല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ പ്രസംഗിച്ച് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ടീച്ച് ചെയ്യണം. അങ്ങനെയാണ് ശിഷ്യന്മാരാകുന്നത്. അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഒബീഡിയൻസ്. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പല കാര്യങ്ങൾ പറയും. മിക്കവാറും ആളുകൾ പറയുന്നത് പ്രാർത്ഥനയാണ്. യെസ്, പ്രാർത്ഥന നല്ല ഡിസിപ്ലിനാണ്, ആവശ്യമുള്ള ഡിസിപ്ലിനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പ്രമാണിക്കുകയാണ്, അഥവാ അനുസരണമാണ്, ഒബീഡിയൻസ് ആണ്. അതാണ് ഏറ്റവും വലിയ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. പ്രമാണിപ്പാൻ തക്കവണ്ണം. പ്രിയമുള്ളവരെ, ചെയ്യുന്നവർ, പ്രമാണിക്കുന്നവർ. ഇപ്പം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നു.
അപ്പോൾ ശരിക്കും ആരാധന പോലും പോരാ, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. ഇഷ്ടം ചെയ്യണമെങ്കിൽ ഇഷ്ടം അറിയണം. അവിടെ ടീച്ചിങ് ആവശ്യമുണ്ട്, അനുസരണം ആവശ്യമുണ്ട്. അവരാണ് സ്വർഗത്തിൽ പോകുന്നത്. അല്ലാതെ ഹിസ്റ്ററി വിശ്വസിച്ചത് കൊണ്ട് മാത്രം ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കാൻ പാടില്ല. വിശ്വാസം ആവശ്യമാണ്. യാക്കോബിൻ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന വേദഭാഗം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയും ഇരിപ്പിൻ. അപ്പം വചനം കേൾക്കണം, പക്ഷെ കേൾക്കുക മാത്രം പോരാ, അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ, അനുസരിക്കുന്നവരായും ഇരിപ്പിൻ, സ്വർഗസ്വപിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിപ്പിൻ. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ശിഷ്യനാകുന്നത്. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനം കൈക്കൊള്ളുന്നവനാണ് അനുസരണത്തിലേക്ക് പോകുന്നത്. അപ്പം വചനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അനുസരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനെ ഇരിക്കണം. എന്നാൽ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്നത് ഇഫ് യു എബൈഡ് ഇൻ മൈ വേർഡ്. എബൈഡ്, നിലനിൽക്കുക എന്ന് തന്നെയല്ല, നമ്മൾ അതിൽ വസിക്കണം, വചനത്തിൽ വസിക്കുന്നവരായിരിക്കണം, അഥവാ വചനത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വചനത്തിൽ ജീവിക്കുന്നവർ, വസിക്കുന്നവർ, എബൈഡിങ്. ഈ എബൈഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നേച്ച് പോകുന്നതല്ല, വിസിറ്റിംഗ് അല്ല എബൈഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ വരുന്നു, അവർ വിസിറ്റിങ്ങിന് വരുന്നതാണ്. അവരെല്ലാം നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരല്ല. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഈ വീട്ടിൽ താമസിക്കുന്നവരാണ്. എബൈഡിങ്. ഈ ഒരു എബൈഡിങ് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകണം. അത് വചനത്തിൽ വസിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. വചനത്തിൽ വസിക്കുക, ഇല്ലേ? നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നുവെങ്കിൽ, നിലനിൽക്കുന്നുവെങ്കിൽ എന്ന് പറയുന്നത് ഇഫ് യു എബൈഡ് ഇൻ മൈ വേർഡ്. വചനത്തിൽ വസിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും വേദോസം ഒന്ന് വായിക്കുന്നതൊന്നുമല്ല. സമ്പൂർണമായും ഈ വചനം നമ്മളിൽ, വചനത്തിനകത്ത് നമ്മളങ്ങ് മുഴുകണം, അതിൽ ജീവിക്കണം എന്ന് നമ്മൾ കാണുന്നത്. വചനത്തിൽ ജീവിക്കുന്നത് പോലെ നമ്മൾ യേശുവിലും വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയമുള്ള അനുസരിച്ച് വായിക്കുക. അവിടെ കർത്താവ് പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കണം ചെത്തി വെളിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കുക, ഈ വചനം, ഈ വചനവും യേശുവിലുള്ള വാസവും, അതായത് ഇതിനെ വേർതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നമുക്കെല്ലാം അറിയാം യേശുവിൽ വസിക്കണമെന്ന്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അതുകൊണ്ട് എന്നിൽ വസിപ്പിൻ, എന്നിൽ വസിപ്പിൻ. പ്രിയമുള്ളവരെ, എബൈഡ് ഇൻ മീ എന്ന കർത്താവ് പറയുന്നു. എന്നാൽ 3-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. അപ്പം യേശു സംസാരിച്ച വചനങ്ങൾ അതിൽ വസിക്കണം, അതേപോലെ യേശുവിലും വസിക്കണം. ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എബൈഡിങ് എക്സ്പീരിയൻസ്, അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്ന ഒരു കാര്യമല്ല. ഈ മുന്തിരിയുടെ കൊമ്പ്, മുന്തിരിയുടെ വള്ളിയിൽ വസിക്കുന്നത് എങ്ങനെയാ? ഞായറാഴ്ച ഞായറാഴ്ച വന്ന് കയറി ഇരുന്നേച്ച് പോവാണോ? അല്ലല്ലോ. 24 മണിക്കൂറും 366 ദിവസവും ഈ കൊമ്പ് മുന്തിരി വള്ളിയിൽ ചേർന്ന് വസിക്കുകയാണ്. ഞായറാഴ്ച വന്നേച്ച് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നതല്ല വസിക്കുക എന്ന് പറഞ്ഞാൽ. മുന്തിരിയുടെ വള്ളി കൊമ്പിൽ വസിക്കുന്നത്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വസിക്കുന്നത് എങ്ങനെയാണ്? നിരന്തരമായ വാസമാണ്. നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം അതാണ്. നിരന്തരമായ വാസം. അതേപോലെ നിരന്തരമായ വാസം ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളിലും ഉണ്ടാകണം. എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. യേശുവിൽ വസിക്കുക, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. അപ്പൊ ഞാൻ യേശുവിൽ വസിക്കുകയാണ്, നിരന്തരമായി വസിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലും ഞാൻ യേശുവിൽ വസിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ യേശുവിൽ വസിക്കുന്നവനെ കുറിച്ച് യോഹന്നാൻ 15 പറയുമ്പോൾ വചനത്തിൽ വസിക്കുന്നവനെ കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, അഥവാ ഇഫ് യു എബൈഡ് ഇൻ മൈ വേർഡ് യു ഷാൽ ബി മൈ ഡിസൈപ്പിൾസ്. യേശുവിൽ വസിക്കണം, അതുപോലെ വചനത്തിൽ വസിക്കണം. വചനത്തിൽ വസിക്കണം, അവൻ്റെ സ്നേഹത്തിൽ വസിക്കണം. എല്ലാം ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ എബൈഡിങ് എക്സ്പീരിയൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്താ പറയുന്നേ? അവിടെ കൃത്യമായിട്ട് 8:31 യോഹന്നാൻ 8:31 നമ്മൾ അടിസ്ഥാനപരമായി വായിച്ച വേദഭാഗമാണല്ലോ അത്. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ
നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. വാസ്തവമായി ശിഷ്യന്മാരാകണമെങ്കിൽ വചനത്തിൽ നിലനിന്നാലേ പറ്റുകയുള്ളൂ. നിങ്ങൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്, കൾട്ട് ഗ്രൂപ്പുകൾ ഒത്തിരിയുണ്ട്. എല്ലാവരും വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വചനത്തിനാണ്. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശ്വാസം ആവശ്യമാണ്. വിശ്വസിക്കുന്നവൻ വിശ്വാസിയാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ നമ്മൾ വിശ്വസിക്കണം. ദൈവശാസ്ത്രപരമായ വസ്തുതകൾ നമ്മൾ വിശ്വസിക്കണം. ബൈബിൾ നമ്മൾ വിശ്വസിക്കണം. വിശ്വാസം ആവശ്യമുണ്ട്. എന്നാൽ ആ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് വാസ്തവമായിട്ട് നമ്മൾ ശിഷ്യന്മാരാകും. അല്ലെങ്കിൽ വിശ്വാസിയായിട്ടങ്ങ് പോകും. അതാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അതാണ്, വിശ്വാസിയായിട്ട് പോകും. എന്നാൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, 32-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയും. സത്യമാണ്, അഥവാ സത്യത്തിൻ്റെ പരിജ്ഞാനമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ശിഷ്യനാക്കുന്നത്. പക്ഷെ ഈ സത്യം എന്താണ്? ഇറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനം. ഇനി നമ്മൾ യേശു കർത്താവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അതിൽ 17-ാമത്തെ വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. അപ്പൊ എന്താണ് സത്യം? നിന്റെ വചനം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വചനം വിട്ട് നമുക്കൊരു സത്യത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. 8:31 നമ്മൾ കണ്ടു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം വചനം അഥവാ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. എന്നാൽ 17-17 കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ സത്യം സ്വതന്ത്രരാക്കും, അതൊരു കാര്യം. എന്നാൽ സത്യം വിശുദ്ധീകരിക്കും. സ്വാതന്ത്ര്യം ലഭിക്കും, വിശുദ്ധി ലഭിക്കും. ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശുദ്ധിയിലാണ്. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രസകരമായ ഒരു കാര്യമുണ്ട്. അവിടെ 31 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ അതുതന്നെയാണ് വായിക്കുന്നത്. അതിൽ നമ്മൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഉടനെ അവർ പറയുകയായി 33-ാം വാക്യത്തിൽ, അവർ അവനോട്, ഏതാ? വിശ്വസിച്ച യഹൂദന്മാരാ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. ഇനി ഇവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഒരാൾ ഫെയ്ത്തിലേക്ക് വരുന്നില്ല. ബിലീഫുണ്ട്, ദേ ബിലീവ്, അവർ വിശ്വസിക്കുന്നു, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഫെയ്ത്ത് അനുഭവിക്കുന്നില്ല.
ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. യേശു പറഞ്ഞു, ഈ വചനം, എൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നാൽ അവർ ചോദിക്കുക, അതിന് ഞങ്ങൾ ഇതുവരെ ആരുടെയും അടിമയായിരുന്നിട്ടില്ലല്ലോ. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. പിന്നെ നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചേ. ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നോ? മിസ്രയീമിൽ അവർ അടിമകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയോ പേരവരെ അടിമപ്പെടുത്തി. എത്രയോ പേര്, എത്രയോ രാജ്യങ്ങൾ. ഇപ്പോഴും അവർ റോമിൻ്റെ അധീനതയിൻ കീഴിലാണ്. അടിമത്തത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഈ പറയുന്നത്, ഞങ്ങൾ ആരുടെയും അടിമയായി ഇരുന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ദൈവം കണ്ണ് തുറന്നില്ലെങ്കിൽ ഇവരുടെ ഒന്നും കണ്ണ് തുറക്കപ്പെടത്തില്ല. ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരാളോട് സുവിശേഷം പറയുമ്പോഴും ദൈവം അവരുടെ കണ്ണ് തുറക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവരോട് ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. കർത്താവ് പറഞ്ഞ് എന്തുവാ, ആഹാ ഇപ്പൊ തന്നെ നിങ്ങൾ റോമിൻ്റെ അടിമകളല്ലേ എന്നൊന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞ്, അത് പോട്ടെ, രാഷ്ട്രീയ അടിമത്തത്തെക്കുറിച്ചല്ല, അതിൽ നിന്നുള്ള വിടുതലുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. 34 വാക്യത്തിൽ അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. അതിൽ നിന്നാണ് എനിക്ക് വിടുതൽ വേണ്ടത്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്. അപ്പം ഞാൻ അടിമയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അടിമയാണ്. പക്ഷെ ഇതിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടതെന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം. ആര് സ്വാതന്ത്ര്യം തരും? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പാപത്തിൽ നിന്ന് പോലും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് വചനം നമ്മളെ ഉള്ളിൽ എപ്പോഴും തിളച്ചു നിൽക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സത്യം അറിയണം. എന്താണ് സത്യം? എങ്ങനെയാണ് സത്യം അറിയുന്നത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുന്നവനാണ് സത്യം അറിയുന്നത്. യേശു കർത്താവ് പ്രലോഭിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ യേശുവിൻ്റെ പ്രലോഭനങ്ങൾ ഓരോന്നിനെയും യേശു നേരിടുന്നത് വചനത്തിലൂടെയാണ്. പിശാച് ഓരോന്ന് വന്ന് പറയുമ്പോഴും പിശാചിനോട് യേശു കർത്താവ് വചനത്തിൽ നിന്നാണ് പറയുന്നത്. നിനക്ക് വിശക്കുന്നുവെങ്കിൽ ഈ കല്ലപ്പം വായി തീരാൻ കൽപ്പിക്കുക. ഉടനെ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അത് ദൈവവചനമാണ്. അപ്പൊ ആ പ്രലോഭനത്തെ നേരിടുവാൻ ദൈവവചനം ഉപയോഗിക്കുകയാണ്. വചനം, എല്ലാത്തിനും ദൈവവചനം ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് യേശുവിന് അന്നേരം ഈ വചനം എടുത്ത് വായിക്കാൻ പറ്റുമോ? നമുക്കാണെങ്കിൽ ബൈബിൾ നമുക്ക് കൊണ്ട നടക്കാൻ പറ്റുന്ന ഒരു ബൈബിളാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ചുരുളുകളാണ്. ഓരോ പുസ്തകവും വലിയ വലിപ്പമുള്ള ചുരുളുകളാണ്. ഏതാണെങ്കിലും പ്രലോഭിപ്പിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്ത കർത്താവ് ചുരുളുകളും കൊണ്ട് ചെന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ചുരുളുകൾ കൊണ്ട് യേശു ചെന്നില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് യേശു ഇത് ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ വചനമൊക്കെ അവൻ ഉള്ളിൽ സംഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദ വേർഡ് എബൈഡഡ് ഇൻ ഹിം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ.
എബൈഡ് ഇൻ മൈ വേർഡ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സത്യം അറിയും. സത്യം. കാരണം വചനം സത്യമാണ്, സത്യത്തിലേക്കുള്ള വഴികാട്ടിയാണ്. യഥാർത്ഥത്തിൽ വചനം സത്യമാണ്, യേശു സത്യമാണ്. വചനം എന്നെ യേശുവിങ്കിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ യേശുവിങ്കിലേക്ക് നയിക്കപ്പെടുമ്പോൾ എന്താ അടുത്തത് സംഭവിക്കുന്നത്? ഞാൻ സത്യ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകും. അപ്പൊ പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കുവാനും വചനം ആവശ്യമുണ്ട്. ശരിക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ്. അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശു കർത്താവുമായുള്ള ബന്ധം, വചനവുമായുള്ള ബന്ധം. കർത്താവിൽ വസിക്കണം, അവൻ്റെ വചനത്തിൽ വസിക്കണം. അപ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ 17:17 നമ്മൾ കണ്ടത് എന്താണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? സാങ്ക്ടിഫൈ ദം ഇൻ ദ ട്രൂത്ത്, ദൈ വേർഡ് ഈസ് ട്രൂത്ത്. അപ്പോൾ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും, വചനം നിങ്ങളെ വിശുദ്ധരാക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സ്വതന്ത്രരാക്കുവാൻ മാത്രമല്ല, നമ്മളെ വിശുദ്ധരാക്കുവാനും പ്രവർത്തിക്കുന്നത് വചനമാണ്. എൻ്റെ ജീവിതം വിശുദ്ധമാകണമെങ്കിൽ അതിന് വചനമുണ്ടായാലേ പറ്റുള്ളൂ. നിരന്തരമായി വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിൻ്റെ ശിഷ്യനാവുകയാണ്. അങ്ങനെ ശിഷ്യനായി കഴിഞ്ഞാൽ യേശു എന്നിൽ വസിക്കുകയാണ്. അങ്ങനെ എൻ്റെ സ്വയത്തിൻ്റെ ജീവിതം, അതിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. പാപത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ആ സ്വാതന്ത്ര്യം വരുത്തുന്നത് പുത്രനാണ്. അത് നമുക്ക് ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വചനത്തിൽ നിലനിൽക്കുവാൻ, വചനത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, വചനം വിശുദ്ധീകരിക്കുവാൻ, വചനത്തിൽ നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.